നോക്കാം ടോപ്പ് ഹെഡ്ലൈൻസ്. പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷം. ഇറാനെതിരെയുള്ള അമേരിക്കയുടെ ആക്രമണത്തിന് പിന്നാലെ തിരിച്ചടിച്ച് ഇറാൻ മിസൈലുകൾ ഇസ്രായേലിൽ പതിച്ചെന്ന റിപ്പോർട്ട്. ടെൽ അവീവിലും ജെറുസലേമിലും സ്ഫോടന ശബ്ദങ്ങൾ. അമേരിക്ക ബോംബിട്ടത് ഇറാന്റെ ഫോർഡോ, നതാൻസ്, ഇഫ്ഹാൻ കേന്ദ്രങ്ങളിൽ. ആക്രമിച്ചത് B-2 സ്റ്റെൽത്ത് ബോംബർ ഉപയോഗിച്ച്. ഇറാൻ ഭീകരരാഷ്ട്രമെന്നും 40 വർഷമായി അമേരിക്കയ്ക്കെതിരെ പ്രവർത്തിക്കുന്നുവെന്നും ഡൊണാൾഡ് ട്രംപ്. സമാധാനത്തിന് തയ്യാറായില്ലെങ്കിൽ ഇതിലും വലിയ ആക്രമണം ഉണ്ടാകുമെന്നും മുന്നറിയിപ്പ്. അമേരിക്കയുടേത് ധീരമായ ഇടപെടലെന്ന് ഇസ്രായേൽ. ചരിത്രം തിരുത്തുന്ന നിലപാടെന്ന് ബെഞ്ചമിൻ നെതന്യാഹു. ആണവ കേന്ദ്രങ്ങൾ നേരത്തെ ഒഴിപ്പിച്ചിരുന്നുവെന്ന് ഇറാൻ. ആക്രമണത്തെ അപലപിച്ച ഇറാൻ ആണവോർജ്ജ സമിതി. അപകടകരമായ നീക്കമെന്ന് UN. അപലപിച്ച് ലോകരാജ്യങ്ങൾ. ഭാരതാംബ വിവാദത്തിൽ നിലപാട് കടുപ്പിച്ച് രാജ്ഭവനും സർക്കാരും. ഭാരതാംബ സങ്കല്പം മനസ്സിൽ കൂടുതൽ ശക്തമായത് അടിയന്തരാവസ്ഥ കാലത്തെന്ന് ഗവർണർ. നിലപാട് വ്യക്തമാക്കി BJP മുഖപത്രത്തിൽ രാജേന്ദ്ര അർലേക്കറുടെ അഭിമുഖം. വിദ്യാഭ്യാസ മന്ത്രി ഇറങ്ങിപ്പോയതിൽ ഗവർണർ മുഖ്യമന്ത്രിയെ അതൃപ്തി അറിയിച്ചേക്കും. മന്ത്രി V ശിവൻകുട്ടിക്കെതിരെ പ്രതിഷേധം ശക്തമാക്കി BJP. കണ്ണൂർ കായലോട്ടെ ആൾക്കൂട്ട ആക്രമണത്തിനൊടുവിൽ ജീവനൊടുക്കിയ റസീനയുടെ ആൺസുഹൃത്തിനെതിരെ കേസെടുക്കില്ല. പണവും സ്വർണവും തട്ടിയെടുത്തുന്ന യുവതിയുടെ കുടുംബത്തിന് പരാതിയിൽ കഴമ്പില്ലെന്ന് പോലീസ്. യുവതിയുടെ മരണത്തിൽ 2 പ്രതികളുടെ അറസ്റ്റ് ഇന്ന് രേഖപ്പെടുത്തും. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനം നാളെ. വിജയപ്രതീക്ഷ കൈവിടാതെ മുന്നണികൾ. 75,000 വോട്ടിന് ജയം നേടുമെന്ന് അൻവർ. ഭരണവിരുദ്ധ വികാരം തുണയ്ക്കുമെന്ന് UDF. വിജയസാധ്യത തള്ളാതെ LDF. വോട്ടെണ്ണൽ ആരംഭിക്കുക രാവിലെ 8 മണിയോടെ. നടൻ ബാലചന്ദ്ര മേനോനെതിരായ ലൈംഗിക അതിക്രമ കേസിലെ നടപടികൾ അവസാനിപ്പിക്കാൻ പോലീസ്. നടി ഉന്നയിച്ച ആരോപണങ്ങൾക്ക് തെളിവില്ലെന്ന് അന്തിമ റിപ്പോർട്ട്. അതിക്രമം നടന്നെന്ന് ആരോപിച്ച ദിവസം നടൻ ഹോട്ടലിൽ എത്തിയതിന് തെളിവില്ല. പോലീസ് കണ്ടെത്തലിൽ പരാതിയുണ്ടെങ്കിൽ 7 ദിവസത്തിനകം ബോധിപ്പിക്കാൻ ആവശ്യപ്പെട്ട് നടിക്ക് കോടതിയുടെ നോട്ടീസ്. തൃശൂർ മാള കുഴൂരിൽ